Hi friends, design of machine elements ഒന്നിൻ്റെ മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ത്രെഡഡ് ജോയിൻ്റെ ഡിസൈൻ പാർട്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബോൾട്ട് അസംബ്ലി എന്ന് പറയുമ്പോൾ ബോൾട്ട് നട്ട് അസംബ്ലിയുടെ എന്താണ് സ്റ്റാറ്റിക് ലോഡിങ്ങിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഒരു നെറ്റ് ബോൾട്ട് അസംബ്ലി ആകുമ്പോൾ ഇനിഷ്യലി നമുക്ക് ഇവരെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. രണ്ട് പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യണം. ആദ്യം ഇവരെ ടൈറ്റ് ചെയ്ത് വെക്കണം അല്ലേ. ടൈറ്റ് ചെയ്ത് വെച്ച ശേഷം ആയിരിക്കും ആക്ച്വൽ ലോഡിങ് കേസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ ടൈറ്റനിങ് കാരണം ആ ഒരു സിസ്റ്റത്തിനകത്ത് കുറേ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കറിയാം ഇതൊരു ആക്ച്വൽ ലോഡിങ് കേസിൽ പോകുമ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ലോഡിങ് കാരണവും എന്ത് ചെയ്യാം, ഇതിനകത്ത് സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിരിക്കും ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ ഒരു ബോൾട്ട് അസംബ്ലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കേസസ് ആയിട്ട് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്, ഇനീഷ്യൽ സ്ട്രെസ്സിൻ്റെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറയുന്നതാണ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഇനീഷ്യൽ സ്ട്രെസ്സസ് ഡ്യൂ ടു ടൈറ്റനിങ്. ഇനീഷ്യൽ stresses due to tightening. Initial stresses due to tightening ആണ് നമ്മൾ ആദ്യം ടൈറ്റനിങ് അല്ലെങ്കിൽ സ്ക്രൂയിങ് അപ്പ് ഓഫ് ഫോഴ്സസ്. അപ്പോൾ ഇനീഷ്യൽ ടൈറ്റനിങ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ ഇനീഷ്യൽ ടൈറ്റനിങ് ചെയ്യുന്നത് കാരണം ബോൾട്ടിനകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ആദ്യം വരുന്നത്. കാൽക്കുലേഷൻ ഓഫ് ദി ടെൻസൈൽ സ്ട്രെസ് ഡ്യൂ ടു ദ സ്ട്രെച്ചിങ് ഓഫ് ബോൾട്ട്സ്. അതിനെ നമ്മൾ വേറെ ഒരു പേരിലും കൂടെ പറയും, ഇനീഷ്യൽ ലോഡ് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് പ്രീ ലോഡ്. ഇനിഷ്യൽ ലോഡ് അല്ലെങ്കിൽ പ്രീ ലോഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിഷ്യൽ ലോഡ് എന്താണ്, പ്രീ ലോഡ് എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് വായിച്ചു വെക്കുക. സാധാരണഗതിയിൽ മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്, വാട്ട് യു മീൻ ബൈ ദ ഇനീഷ്യൽ ലോഡ് ഓർ പ്രീ ലോഡിങ് ഓഫ് ബോൾട്ട്സ് ഓർ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രീ ലോഡ്. അപ്പോൾ നമ്മൾ പ്രീ ലോഡ് നമ്മൾ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രീ ലോഡിങ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രീ ലോഡിങ് നമ്മൾ ആ പ്രീ ലോഡ് അല്ലെങ്കിൽ ഇനിഷ്യൽ ലോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് FI = 2805D എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇത് ഡേറ്റാ ബുക്കിലുണ്ട്. ഇക്വേഷൻ 9.1C, ഇക്വേഷൻ 9.1C, പേജ് നമ്പർ 127. അപ്പോൾ പേജ് 127 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SI യൂണിറ്റിലുള്ള പ്രീ ലോഡിൻ്റെ ഇക്വേഷൻ താഴെ എഴുതിയിട്ടുണ്ട്. 9.1C, FI = 2805D ഇൻ SI യൂണിറ്റ്. നമുക്ക് മെട്രിക് യൂണിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് ബോധേഡാവേണ്ട ആവശ്യമില്ല. വേറെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, മേളിൽ സിമ്പിൾസ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്മോൾ d എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ മേജർ ഡയമീറ്റർ ഓഫ് എക്സ്റ്റേണൽ. സ്മോൾ d, ക്യാപിറ്റൽ D. ഞാൻ കഴിഞ്ഞ ലെക്ചറിലെ പറയാം, സ്മോൾ d എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റേണൽ ത്രെഡിൻ്റെ ഡയമെൻഷൻസും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻറ്റേർണൽ ത്രെഡിൻ്റെ ഡയമെൻഷൻസും. അതായത് എക്സ്റ്റേണൽ മീൻസ് ബോൾട്ടിനാണ് നമുക്ക് എക്സ്റ്റേണൽ ത്രെഡിങ് വരുന്നത്. അപ്പോൾ ബോൾട്ടിൻ്റെ ഡയമെൻഷൻസ് ആണ് സ്മോൾ ലെറ്റേഴ്സ്, നട്ടിലാണ് ഇൻറ്റേർണൽ ത്രെഡിങ് വരുന്നത്. അതുകൊണ്ട് അതിന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന ആരിലാണ്, ബോൾട്ടിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ സ്മോൾ d എന്ന് പറയുന്ന നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഇനീഷ്യൽ ടൈറ്റനിങ് കാരണം ഉണ്ടാകുന്ന ഒന്നാമത്തെ സ്ട്രെസ് അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രീ ലോഡ് എന്ന് പറയുന്നത്, ടെൻസൈൽ സ്ട്രെസ് ഡ്യൂ ടു പ്രീ ലോഡ്. അപ്പോൾ ആ പ്രീ ലോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി ചില കേസിൽ നമുക്ക് പ്രീ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യനിൽ അവർ പറയത്തില്ല, ലീക്ക് പ്രൂഫ് ജോയിൻ്റ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻ്റ് വേണമെന്ന് നമ്മളോട് പറയത്തില്ല. അങ്ങനെ നമുക്ക് ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ആവശ്യമില്ലെങ്കിൽ, ഇഫ് ലീക്ക് പ്രൂഫ് ജോയിൻ്റ് ഈസ് നോട്ട് റിക്വയർഡ് ആണെങ്കിൽ FIയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അതായത് 1402.5D ആയിരിക്കും നമ്മൾ കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദിസ് ഇക്വേഷൻ വിൽ ബി യൂസ്ഡ് വെൻ വി ഡോണ്ട് റിക്വയർ എനി ഫ്ലൂയിഡ് ടൈപ്പ് ജോയിൻറ്റ്. ദെൻ ഈ ഇനിഷ്യൽ ടൈറ്റനിങ് കാരണം ഉണ്ടാകുന്ന രണ്ടാമത്തെ ടൈപ്പ് സ്ട്രെസ്സാണ് ടോർഷണൽ ഷിയർ സ്ട്രെസ്. നമ്മൾക്കറിയാം, നമ്മളിവിടെ എന്താണ് ടൈറ്റൻ ചെയ്യുന്ന ഒരു ടേണിംഗ് മൊമെൻറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ടോർഷണൽ ഷിയർ സ്ട്രെസ് ഇൻ ദി ബോൾട്ട് അസംബ്ലി. സോ ടോർഷണൽ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്താണ്, ഷാഫ്റ്റിനെ പോലെ തന്നെയാണ്. ഷാഫ്റ്റിൽ നമ്മൾ യൂസ് ചെയ്ത അതേപോലെ തന്നെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പേജ് നമ്പർ 51, ഇക്വേഷൻ 3.1, ടോ = 16T/πd1³. D1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, D1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ പേജ് 127 ആ ഡിസ്ക്രിപ്ഷൻ തന്നെ നോക്കുക. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. D1 എന്ന് പറയുന്നത് എന്താണ്, മൈനർ ഡയമീറ്റർ ഓഫ് എക്സ്റ്റേണൽ ത്രെഡാണ് D1 എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ അടുത്ത സ്ട്രെസ്, ഇത് വെച്ചിട്ടൊന്നും നമുക്ക് അധികം കാൽക്കുലേഷൻ വരുന്നില്ല. എന്നിരുന്നാലും ചിലപ്പോൾ നിങ്ങളോട് തിയറിയിൽ ചോദിക്കാം വാട്ട് ആർ ദ സ്ട്രെസ്സസ് ഡ്യൂ ടു ഇനീഷ്യൽ ടൈറ്റനിങ് ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് എക്രോസ് ദി ത്രെഡ്സ് ആണ് വരുന്നത്. ഷിയർ സ്ട്രെസ് എക്രോസ് ദി ത്രെഡ്സ്. എക്രോസ് ദി ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ത്രെഡ് എവിടെയൊക്കെ വരുന്നുണ്ട്, ബോൾട്ടിൻ്റെ പോർഷനിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ എവിടെയും വരുന്നുണ്ട്, നട്ടിൻ്റെ പോർഷനിലും വരുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാരണം ഷിയർ സ്ട്രെസ് എക്രോസ് ദി ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ത്രെഡിങ്ങിനകത്ത് അല്ലേ, എക്രോസ് ദി ത്രെഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ത്രെഡിനകത്താവാം. എക്സ്റ്റേണൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബോൾട്ടിലാകാം, അല്ലെങ്കിൽ എന്താവാം ഇൻറ്റേർണൽ ത്രെഡിങ്ങിലും ആവാം. ഇൻറ്റേർണൽ ത്രെഡ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, നട്ടിലും ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് എന്ത് വരാറുണ്ട്, ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ത്രെഡ് ജോയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇപ്പോൾ ഈ പോർഷനിലാണ് ത്രെഡ് വരുന്നതെങ്കിൽ ഇതിൽ എത്ര ഭാഗമാണ്, ഇവിടെ മേളിൽ നമുക്ക് എന്തുണ്ട്, ത്രെഡ് ഉണ്ട് അല്ലേ, ബോൾട്ടിൻ്റെ ത്രെഡും വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമ്മൾ മെഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോൾട്ടിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഷിയറിങ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ അക്രോസ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നിവർത്തി വെക്കും. അപ്പോൾ ഈ മെഷ് ചെയ്യുന്ന ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത്, അവിടുത്തെ ആ ഒരു ഇതെന്ന് പറയുന്നത്, ത്രെഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, തിക്നെസ് ടി, അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്, തിക്നെസ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ടി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഡയമീറ്റർ, റൂട്ട് ഡയമീറ്റർ സേ സ്മോൾ d1 ആണ്. ബോൾട്ടിൻ്റെ ആയതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ എഴുതിയത്, നട്ടിൻ്റെ ആയത് നമ്മൾ എന്ത് എഴുതിയത്, ക്യാപിറ്റൽ D1 എന്ന് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന എന്താണ്, ഷിയർ സ്ട്രെസ് ഇൻ ദി സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും. ടോട്ടൽ ലോഡ് സേ W ആണെങ്കിൽ W ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു D1T ഇൻറ്റു N ഈസ് ദ നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻ കോണ്ടാക്ട്. സിമിലർലി നമുക്ക് എന്ത് വേണം, നട്ടിലെ വേണമെങ്കിൽ ആകെയുള്ള വ്യത്യാസം എന്താണ്, ഇവിടെ ഡയമെൻഷൻ മാത്രം മാറി, പൈ ഇൻറ്റു ക്യാപിറ്റൽ D1 ഇൻറ്റു TN. ഇതായിരിക്കും ഷിയർ സ്ട്രെസ് എക്രോസ് ദി ത്രെഡ് എന്ന് പറയുന്നത്. ദെൻ ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബോൾട്ടിൽ എന്ത് ഡെവലപ്പ് ചെയ്യാം, നമുക്ക് ഒരു ക്രഷിങ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്രഷിങ് ഓർ കംപ്രസീവ് സ്ട്രെസ് വരാം. ക്രഷിങ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡാറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ 9.13a പേജ് നമ്പർ 135 നോക്കുക. അവിടെ നമുക്ക് n എന്ന് പറഞ്ഞായിരിക്കും ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. സോ സിഗ്മ c ഈസ് ഈക്വൽ ടു 4f ഡിവൈഡഡ് ബൈ n ഇൻറ്റു പൈ ഇൻറ്റു d മൈനസ് d1 സ്ക്വയർ. ദെൻ ലാസ്റ്റ് ഫൈനലി എന്ത് ഉണ്ടാവാം, ഇതിന് ബെൻഡിങ് ഉണ്ടാവാം. നമുക്കൊരു ക്യാൻഡിലീവർ ബീം പോലെ ഇതിനെ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യാം, ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇത് ഇക്വേഷൻ ഡാറ്റാ ബുക്കിലില്ല. xc ഡിവൈഡഡ് ബൈ 2l എന്നായിരിക്കും വരുന്നത്. സോറി 2l ആണ്, 2l. സോ 2l എന്നായിരിക്കും വരുന്നത്. അവിടെ എൽ എന്ന് പറയുന്നത് നമ്മളുടെ ആ ബോൾട്ടിൻ്റെ ഷാങ്കിൻ്റെ ലെങ്ത് എത്രയാണോ അതാണ് എൽ എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. എക്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എക്സ്ട്രീം ഒരു നെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് എക്സ്ട്രീം കോർണേഴ്സിന് ഇടയ്ക്കുള്ള ഹൈറ്റ് ഡിഫറൻസ് എത്രയാണോ അതാണ് നമ്മൾ എക്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരാറില്ല അങ്ങനെ, അതുകൊണ്ട് ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഓർത്ത് ബോധേഡാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനിഷ്യൽ സ്ട്രെസ്സസ് ഇൻ ബോൾട്ട്സ് ഡ്യൂ ടു ടൈറ്റനിങ് എന്ന് പറയുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വരുന്നത് എന്താണ്, ഞാൻ പറഞ്ഞു ഇനീഷ്യൽ ടൈറ്റനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്ത് കാരണം ഉണ്ടാവാം, എക്സ്റ്റേണൽ ലോഡിങ് കാരണം ഉണ്ടാവാം. എക്സ്റ്റേണൽ ലോഡിങ് കാരണം നമുക്ക് എന്തുണ്ടാവാം, സ്ട്രെസ്സസ് ഉണ്ടാവാം. അപ്പോൾ എക്സ്റ്റേണൽ ലോഡിങ് കാരണം നമുക്ക് രണ്ട് സ്ട്രെസ്സസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് ടെൻസൈൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ അറിയാം. സേ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് ഫോഴ്സ് FA ആണെങ്കിൽ FA ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, പൈ ബൈ 4 D1 സ്ക്വയർ ഇൻറ്റു അങ്ങനെ നമുക്ക് എത്ര ബോൾട്ടുകളുണ്ടോ ഇൻറ്റു N. അപ്പോൾ ഇതായിരിക്കും ഒരു സിംഗിൾ ബോട്ടിലെ ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ബോട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ ബോൾട്ട്സ് അല്ലെങ്കിൽ ത്രെഡഡ് പോർഷൻ എന്തിലുണ്ടാവാം, കോണ്ടാക്റ്റിലുണ്ടാവാം. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷിയർ ലോഡ്, അതായത് നമ്മളിപ്പോൾ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് പ്ലേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനകത്ത് ഒന്നിൽ കൂടുതൽ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് ബോൾട്ട് അസംബ്ലി വരാം. അപ്പോൾ ടോട്ടൽ ലോഡ് എക്സ്റ്റേണൽ ലോഡ് FA ആണെങ്കിൽ ഈ FA എന്ന് പറയുന്ന ലോഡിന് ഇത്രയും ബോൾട്ടുകൾ ചേർന്നിട്ടാണ് ബിയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ബോൾട്ടിലെ എന്താണ് വേണ്ടത്, ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, N കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമിലർലി ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം, ടോ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, അവിടുത്തെ ഷിയർ ഫോഴ്സ് അറിയാമെങ്കിൽ FS ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം, പൈ ബൈ 4 ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ തന്നെയാണ് D1 സ്ക്വയർ ഇൻറ്റു N. അപ്പോൾ ഈ രണ്ട് വാല്യൂ സിഗ്മ വാല്യൂവും ടോ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പൈൻഡ് സ്ട്രെസ് എത്രയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. കമ്പൈൻഡ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്
പണ്ട് പഠിച്ച പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 3 നിങ്ങൾക്ക് ഇക്വേഷൻ 1.5a ആൻഡ് ബി, ഐ തിങ്ക് 1.5a ആൻഡ് 5b ആണെന്നാണ് എൻ്റെ വിശ്വാസം. 5a നോക്കുക. 5aയിൽ സിഗ്മ മാക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. 15a ഇക്വേഷൻ 1.5a നോക്കുക. അപ്പോൾ ഇവിടെ 1,2 എന്ന് എഴുതാം. അപ്പോൾ സിഗ്മ ബൈ 2 പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുക. ഇൻറ്റു സിഗ്മ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡിങ് കാരണം ഉണ്ടാകുന്ന ടോട്ടൽ കമ്പൈൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന കമ്പൈൻഡ് എഫക്റ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കമ്പൈൻഡ് ലോഡ് എന്ന് പറയാൻ നമുക്കറിയാം എന്തൊക്കെ കാരണമാണ്. ഇനിഷ്യൽ ടൈറ്റനിങ്, അതായത് നമുക്ക് ഇനിഷ്യൽ ലോഡും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് നമുക്ക് എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കാരണം ഉണ്ടാകുന്ന എൻ്റെ റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ലോഡ് നമ്മൾ നോർമലി എഴുതുന്നത് റിസൾട്ടൻ്റ് ലോഡ് എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് ഐ ഇനീഷ്യൽ ലോഡ് പ്ലസ് ബോൾട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ലോഡ്. ബോൾട്ടിൽ എഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഡെവലപ്ഡ് ഓൺ ദി ബോൾട്ട്. അതായത് നമ്മൾ ടോട്ടൽ ലോഡ് ഇപ്പം നമ്മൾ പേജ് നമ്പർ നമ്മൾ നോക്കുകയാണ്, ഡേറ്റാ ബുക്കിൽ നിങ്ങൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. പേജ് 128 ഫിഗർ 9.1a നോക്കുക. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബോൾട്ട് അസംബ്ലിയുടെ കൂടെ അവിടെ നിങ്ങൾക്ക് ഒരു ഗാസ്കറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കാണാൻ പറ്റും. ഗാസ്കറ്റ് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ ഗാസ്കറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ അപ്പോൾ ടോട്ടൽ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ലോഡിൻ്റെ ഒരു പോർഷൻ ഗാസ്കറ്റിലേക്ക് നമുക്ക് പോവും. അതുപോലെ തന്നെ നമുക്ക് എന്തിലേക്കും വരും, ബോൾട്ടിലേക്കും വരും അല്ലേ. അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ലോഡിൻ്റെ, അതായത് എഫ് എ എന്ന് പറയുന്ന ലോഡിൻ്റെ എത്ര പോർഷനാണ് ബോൾട്ട് ക്യാരി ചെയ്യുന്നത് ആ പോർഷനെയാണ് നമ്മൾ ഇവിടെ എഫ് ബി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എഫ് ബി മീൻസ് ദ പാർട്ട് ഓഫ് ദി ലോഡ് എഫ് എ ടേക്കൺ ബൈ ദി ബോൾട്ടിൽ എത്ര ലോഡ് കിട്ടുന്നുണ്ട്, ടോട്ടൽ എഫ് എയുടെ എത്ര പോർഷനാണ് ബോൾട്ടിൽ കിട്ടുന്നത്, അതാണ് നമ്മൾ എഫ് ബി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് പോർഷൻ ഏതിലും പോകുന്നുണ്ട്, ഗാസ്കറ്റ്. നമുക്കറിയാം ഇവിടെ ഒരു തിന്നായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ഗാസ്കറ്റ്. അപ്പോൾ ആ ഗാസ്കറ്റും കുറച്ച് ലോഡ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ടോട്ടൽ എഫ് എയിൽ എത്ര പോർഷനാണോ ഗാസ്കറ്റ് റിസീവ് ചെയ്യുന്നത് അതിനെ നമ്മൾ എഫ് ജി മീൻസ് ഗാസ്കറ്റ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഗാസ്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ബോൾട്ട് അസംബ്ലി ഉണ്ട്. അപ്പോൾ ഈ എഫ് എ എന്ന് പറയുന്ന ലോഡിൻ്റെ കുറച്ച് പോർഷൻ എഫ് എയുടെ കുറച്ച് പോർഷൻ നമുക്ക് ഗാസ്കറ്റിലേക്കും പോവും, കുറച്ച് പോർഷൻ എങ്ങോട്ടും പോവും, ബോൾട്ടഡ് അസംബ്ലിയിലേക്കും പോവും. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ടോട്ടൽ അസംബ്ലി ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഗാസ്കറ്റിനും ബോൾട്ടിനും ഉണ്ടാവുന്ന ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ഡെൽറ്റ ബി ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡെൽറ്റ ഓഫ് ഗാസ്കറ്റിന് ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഏതൊരു മെറ്റീരിയലിലും ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, അതിലെ ഫോഴ്സ് അറിയാമെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിഫ്ലക്ഷനാണ് അല്ലേ. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ, ഇവിടെ എക്സിന് വരെ എന്താണ് ഡെൽറ്റ എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ബൈ കെ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ബിക്ക് വരെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ബി ഡിവൈഡഡ് ബൈ കെ ബി. സോ ഫോഴ്സ് ഓൺ ദി ബോൾട്ട് ബൈ സ്റ്റിഫ്നെസ് ഓഫ് ബോൾട്ട് ഈക്വൽ ടു ഫോഴ്സ് ഓൺ ഗാസ്കറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റിഫ്നെസ് ഓഫ് ഗാസ്കറ്റ് കെ ജി. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ലോഡ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ എഫ് ബി എന്ന് പറയുന്നതിന് പകരം അപ്പം ദെയർഫോർ ഈ ഇക്വേഷൻ നമുക്ക് എഫ് ബി എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും, എഫ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എഫ് ജിനെ എങ്ങനെ, ഞാൻ ഇപ്പോൾ എഫ് ജി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതാം. കാര്യം നമുക്ക് ഈ ഇക്വേഷനിൽ ഇതാണ് നമ്മളുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ലോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ എഫ് എ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഴുതിയ, എഫ് എ എന്ന് പറയുന്നതിന് എഫ് എയുടെ ഒരു പോർഷനാണ് ബോൾട്ടിനും ഒരു പോർഷനാണ് ആർക്കും കിട്ടിയത്, ഗാസ്കറ്റും കിട്ടിയത്. നമുക്ക് ആക്ച്വലി ഈ രണ്ട് വാല്യൂസേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ടേമിനകത്ത് എഫ് ബി എന്ന് പറയുന്ന ടേം ഇല്ല അല്ലേ. അപ്പോൾ എഫ് ബി എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. കാര്യം എഫ് ഐ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എഫ് ഐ എന്ന് പറയുന്നത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്തോ അത് നമുക്ക് അറിയാവുന്ന ഒരു പാരാമീറ്റർ ആയിരിക്കും. അപ്പോൾ എഫ് എ അറിയാം. അപ്പോൾ എഫ് ബി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. അപ്പോൾ എഫ് ബിനെ റീപ്ലേസ് ചെയ്ത് ഏതിലേക്ക് കൊണ്ടുവരണം, എഫ് എയിലേക്ക് കൊണ്ടുവരണം. കാര്യം എന്താ, എഫ് എയുടെ ഒരു പോർഷൻ ആണല്ലോ എഫ് ബിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് നോക്കുക. അപ്പോൾ എഫ് എ നമുക്കറിയാം, എഫ് എന്ന് പറഞ്ഞാൽ എഫ് ബി പ്ലസ് എഫ് ജി ആണ് അല്ലേ. അപ്പോൾ എഫ് എ പ്ലസ് എഫ് ജി ആണെങ്കിൽ ഞാനിവിടെ ഗാസ്കറ്റിൻ്റെ ഈ ലോഡിനെ ഒന്ന് മാറ്റി എഴുതുവാണ്. സോ എഫ് ബി പ്ലസ് ഗാസ്കറ്റിൻ്റെ, അതായത് എഫ് ജി വാല്യൂ എന്ന് പറയാൻ നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ബി ഇൻറ്റു
kg ഡിവൈഡഡ് ബൈ kb എന്ന് എഴുതാം. അപ്പോൾ ഇത് നമുക്ക് ആരെ കോമൺ എടുക്കാം? എഫ് ബി ഇങ്ങ് കോമൺ എടുക്കാം. എഫ് ബി ഇങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ബി ഇൻറ്റു 1 പ്ലസ് kg ഡിവൈഡഡ് ബൈ ഇതെന്ന് വരും kb എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാം. സോ എഫ് ബി ഇൻറ്റു kb പ്ലസ് kg ഡിവൈഡഡ് ബൈ kb എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്ത് therefore എഫ് ബി നമുക്ക് വേണ്ടത് എന്താ? എഫ് ബി ആണ് വേണ്ടത്. അപ്പോൾ എഫ് ബി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ബി ക്യാൻ ബി റിട്ടൺ ആസ് എഫ് എ ഇൻറ്റു കെ ബി ഡിവൈഡഡ് ബൈ കെ ബി പ്ലസ് കെ ജി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പൈൻഡ് സ്റ്റിഫ്നെസ് അല്ലേ? ബോൾട്ടിൻ്റെയും ഗാസ്കറ്റിൻ്റെയും കൂടെ കമ്പൈൻഡ് സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെറ്റ് ഇറ്റ് ബി കെ. സോ എഫ് എ ഇൻറ്റു കെ എന്ന് എഴുതാം. എന്ത്? എഫ് ബി ഈക്വൽ ടു എഫ് എ ഇൻറ്റു കെ. കെ എന്നുള്ളത് വാല്യൂ മറന്നു വരുന്നത് കെ ഈസ് നത്തിങ് ബട്ട് കെ ബി ബൈ കെ ബി പ്ലസ് കെ ജി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ബി ഇൻ ടൈംസ് ഓഫ് എന്ത് കിട്ടി? എഫ് എയിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ടൻ്റ് ലോഡിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? എഫ് വിൽ ബി ഈക്വൽ ടു എഫ് ഐ പ്ലസ് കെ എഫ് എ. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? റിസൾട്ടൻ്റ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഡേറ്റാ ബുക്കിലുണ്ട്. ഇക്വേഷൻ 9.2a പേജ് നമ്പർ 128. നമുക്ക് ഈ ഗാസ്കറ്റിൻ്റെയൊക്കെ സ്റ്റിഫ്നെസ് കെ വാല്യൂ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റിന് പറയും. ഗാസ്കറ്റ് അതുപോലെ തന്നെ എന്താണ് ബോൾട്ടിൻ്റെയൊക്കെ കെ വാല്യൂ എന്ന് നമുക്ക് പറയും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കെ ബി കെ ജി എന്തുവാന്നൊക്കെ പറയുന്നത്. ചില ക്വസ്റ്റ്യൻ നമുക്ക് കെ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ കെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഗാസ്കറ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് കെ വാല്യൂവും കണ്ടുപിടിക്കാൻ പറ്റും. കെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ടേബിളുണ്ട്. ടേബിൾ 9.1 പേജ് 136 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടേബിളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേജ് 128 പോവുക. ആദ്യം 128 പോയി ഈക്വേഷൻ നോക്കുക. ഇക്വേഷൻ ഇതിനകത്ത് കറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ല. നിങ്ങൾ ഡേറ്റാ ബുക്കിൽ ഒന്ന് നോക്കുക. ഇക്വേഷൻ 9.2a നോക്കുക. എഫ് ഫിസിക്കൽ എന്താണ്? കെ എഫ് എ പ്ലസ് എഫ് ഐ എന്നാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ ഉണ്ട്. ഫൈനൽ ലോഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ലോഡ് ഓൺ ദി ബോൾട്ട്, അതായത് ഗാസ്കറ്റ് ജോയിൻറ്റിൻ്റെ വാല്യൂ കെ എഫ് എ പ്ലസ് എഫ് ഐ എന്നുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് താഴെ തന്നെ ഒരു കെയുടെ ഒരു എക്സ്പ്രഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ നോക്കുക ബി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്? ബി എന്താണ്? ബോൾട്ടിൻ്റെ പോർഷനും ജി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം എന്താണ്? ഗാസ്കറ്റിൻ്റെ ഇതുമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണ്ടത് കെ എങ്ങനെ കണ്ടുപിടിക്കാം? കെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞ ഒരു ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേബിൾ പേജ് 136 അപ്പോൾ നമ്മൾ നേരെ പേജ് 136 പോവുക. പേജ് 136 നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ 9.2 നോക്കുക. 9.2 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. സോറി 9.2 അല്ല 9.1 നോക്കുക. 9.1 വാല്യൂസ് ഫോർ കെ ഇക്വേഷൻ 9.2a ഞാൻ ആ 9.2 എന്നുള്ള ഇക്വേഷൻ നമ്പറാണ് പറഞ്ഞത്, ടേബിൾ നമ്പർ അല്ല. ടേബിൾ 9.1 ആണ്. ഇക്വേഷൻ 9.2a കൊടുക്കാനുള്ള കെ വാല്യൂ എടുക്കേണ്ട ടേബിൾ എന്ന് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പേജ് 136. അവിടെ നോക്കുക, നമുക്ക് ടൈപ്പ് ഓഫ് ജോയിൻറ്റും ആ ജോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യം, മെറ്റൽ ടു മെറ്റൽ ജോയിൻറ്റ് എന്ന ക്വസ്റ്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കണം കെ വാല്യൂ എന്താണ്? 0. ലാസ്റ്റ് റോ നോക്കിയാൽ മതി. മെറ്റൽ ടു മെറ്റൽ ജോയിൻറ്റ് എന്ന് എപ്പോഴും ക്വസ്റ്റിന് കണ്ടു കഴിഞ്ഞാൽ ആലോചിച്ചോണം അവിടെ എന്താണ് നമുക്ക് കെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ലോഡിങ്ങിൽ മെയിനായിട്ടും പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ള സെക്ഷനിലെല്ലാം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് മെയിനായിട്ടും ചോദിച്ചിട്ടുള്ളത്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബോൾട്ടിൻ്റെ ഡയമീറ്റർ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ പേജ് 140 എന്ന് പറയുന്ന പേജിൽ ടേബിൾ 9.8 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ലെക്ചറിൽ നമ്മൾ ഇതിൻ്റെ സാമ്പിൾ പ്രോബ്ലംസും ഇതുവരെ ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.